ജനങ്ങളോട് വലിയ നന്ദി പറയുകയാണ്. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ, ഞങ്ങൾ കണക്ക് കൂട്ടിയതുപോലെ തന്നെയുള്ള കൃത്യമായൊരു വിജയമുണ്ടായി. 95 തുടങ്ങിയതാണ് ഈ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ്. 95 മുതൽ 2025 വരെയുള്ള 30 വർഷത്തിനിടയിൽ 7 തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടന്നു. ആ 7 തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും വലിയ വിജയമാണ് UDFന് നൽകിയത്. തിളക്കമാർന്ന വിജയമാണ് നൽകിയത്. ഇത് ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കുന്നു. ഗൗരവത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നല്ല ഭരണമുണ്ടാക്കി ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഒരു കാര്യം, നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഉള്ളവർ ഒരേപോലെയാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്തത്. മലബാറിലും മധ്യ കേരളത്തിലും വിസ്മയകരമായ വിജയമുണ്ടായപ്പോൾ തെക്കൻ കേരളത്തിൽ കൊല്ലം ഉൾപ്പെടെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. അതാണ് ഈ വിജയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാ ഭാഗത്തും ഒരുപോലെ നിറഞ്ഞു നിന്ന വിജയമാണ്. അല്ല, ഞങ്ങൾക്ക് ഞെട്ടലൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കണക്കൂട്ടൽ, ഞങ്ങൾക്ക് മധ്യ കേരളത്തിൽ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയ വിജയമുണ്ടായി. ഇപ്പോൾ നമ്മൾ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ മധ്യ കേരളത്തിൽ, പിന്നെ കൊല്ലം ഞങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് കോർപ്പറേഷൻ എന്നറിയാമായിരുന്നു. അത് ജയിച്ചു. അപ്പോൾ 3 കോർപ്പറേഷൻ ഉറപ്പായിരുന്നു. 4ാമത്തെ കോർപ്പറേഷൻ്റെ സാധ്യത കൊല്ലത്ത് ഞങ്ങൾ കണ്ടിരുന്നു. അതുപോലെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ചെറിയ വ്യത്യാസത്തിലാണ് കോർപ്പറേഷൻ പോയത്. ചെറിയ വ്യത്യാസം, ഒരു കോർപ്പറേഷനാണ് ആകെ LDFന് കിട്ടിയത്, ചെറിയ വ്യത്യാസത്തിൽ. അതെല്ലാം കൂടി ഏകദേശം ഒരു 125 വോട്ടിനാണ് ഞങ്ങളുടെ എല്ലാ സീറ്റുകളും കൂടി തോറ്റത്. ഒരു 125 വോട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊല്ലം കോർപ്പറേഷനും കൂടി നമ്മൾ വരുമായിരുന്നു. അപ്പോൾ പൂർണ്ണമായ ഒരു വിജയത്തിലേക്ക് തീർച്ചയായിട്ടും വരുമായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷനിൽ നമ്മൾ ഇരട്ടിയായി. BJP ആണ് ഭരിക്കുന്നതെങ്കിലും റൂറൽ ഏരിയയിൽ ഞങ്ങൾ വലിയ തിരിച്ചുവരവ് പഞ്ചായത്തുകളിലേക്കുണ്ടായി. എല്ലാ ജില്ലകളിലും വലിയ വൻ വിജയം പഞ്ചായത്തുകളുണ്ടായി. 500-ലധികം പഞ്ചായത്തുകൾ കേരളത്തിൽ നേടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചരിത്ര വിജയമാണ്. വലിയ വിജയമാണ് ജനങ്ങൾ തന്നത്. അല്ലല്ല, മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ചില വിഷയങ്ങൾ കൊണ്ടുവന്നത്. ആ വിഷയങ്ങളിലൊക്കെ ഞങ്ങളുടെ നിലപാടുകൾ വീണ്ടും CPMനെ പ്രതിരോധത്തിലാക്കി. എന്ത് വിഷയം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ പ്രതിരോധത്തിലാക്കാൻ നോക്കിയതും, ഏത് വിഷയം പറഞ്ഞുകൊണ്ടാണ് ശബരിമല വിഷയത്തെ സൈഡ് ലൈൻ ചെയ്യാനും നോക്കിയത്, ഞങ്ങൾക്കെതിരായി വന്ന വിഷയത്തിൽ ഞങ്ങൾ കൃത്യമായ നിലപാടെടുക്കുകയും അതേ വിഷയത്തിൽ CPMനെ ഞങ്ങൾ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. ശബരിമല വിഷയത്തിൽ പൂർണ്ണമായി പ്രതിരോധത്തിലായിരുന്നു. സർക്കാരിന് എതിരായി ഞങ്ങൾ അവതരിപ്പിച്ച കുറ്റപത്രം, ആ കുറ്റപത്രം ജനങ്ങൾ നന്നായി ചർച്ച ചെയ്തു. പിന്നെ ഞങ്ങളൊരു ബദൽ പ്രസ്ഥാനമാണ്, ഞങ്ങൾക്ക് കേരളത്തെ രക്ഷിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങളിൽ ഉണ്ടാക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. എങ്ങനെ? അല്ല, അങ്ങനെയൊന്നും ഞങ്ങൾ കരുതുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ അങ്ങനെ എല്ലാം മറക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ ഒന്ന്, ഞങ്ങൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പാറ്റേൺ ഒന്ന്, വേറൊന്ന്, ഇതിൻ്റെ പാറ്റേൺ വേറൊന്ന്. നിയമസഭയിൽ ഇനി ഒരുപാട് ജോലി ചെയ്യണം ഞങ്ങൾ. അല്ലാതെ ഞങ്ങളങ്ങനെ നുണ പറയണ്ട. ഞങ്ങൾ ജയിക്കും, പക്ഷേ വൻ വിജയം മേടിക്കാം. ഞാൻ പറഞ്ഞല്ലോ, തിളക്കമാർന്ന വിജയം നിയമസഭയിൽ ഉണ്ടാകും. ഇത് കഠിനാധ്വാനം കൊണ്ടുകൂടിയാണ് ഈ വിജയം. അതൊക്കെ ഈ തോറ്റ് കഴിയുമ്പോൾ എന്തെല്ലാം പറയും. CPMനോട് ആദ്യം നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്താ അറിയോ? തോറ്റുവെന്ന് CPMനെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് നമുക്ക് വലിയ പാടാണ്. അവരെ മനസ്സിലാക്കാൻ അവരിപ്പോഴും കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. കണക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സംശയം തോന്നും. ഞാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഒന്ന് പിച്ച് നോക്കി, അത് നമ്മളാണോ ജയിച്ചത് അവരാണോ ജയിച്ചതെന്ന് സംശയം. അങ്ങനത്തെ കണക്ക് പറയും. അത് EMSന്റെ കാലം മുതൽ തുടങ്ങിയ ഒരു കണക്കാണ്. അത് അവർ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ. അതിൽ MV ഗോവിന്ദൻ ഭയങ്കര എക്സ്പേർട്ടുമാണ്. താത്വികമായ വിശകലനം ചെയ്ത് തെരഞ്ഞെടുപ്പ് അവർ ജയിച്ചെന്ന് വേണേൽ സമർത്ഥിക്കാം. അതൊന്നും അല്ലല്ലോ. BJP, ഞാൻ പറഞ്ഞല്ലോ, BJP എല്ലാ സംസ്ഥാനത്തും എല്ലായിടത്തൊന്നും വളർച്ച ഉണ്ടാക്കിയിട്ടില്ല. CPMന്റെ ചെലവിലാണ് BJP വളർന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം എത്ര പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. ന്യൂനപക്ഷ പ്രീണനം മാറി ഭൂരിപക്ഷ പ്രീണനമായി. ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി
87-ൽ EMS ചെയ്തതുപോലെ പിണറായി വിജയൻ തന്ത്രങ്ങൾ മെനഞ്ഞു. അറിയാലോ, അതായത് ഭൂരിപക്ഷ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷ സമുദായങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ്. അതിൻ്റെ ഗുണഭോക്താവാകാൻ പോകുന്നത് BJP ആണ് എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തു. ഇപ്പം അത് യാഥാർത്ഥ്യമായി. തിരുവനന്തപുരത്ത് അവർ നഗരസഭയിലേക്കുള്ള BJPയുടെ വഴിയിൽ താമര ഇതളുകൾ വിതറി അവർക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് CPM ആണ്. CPMന്റെ ഈ ഭൂരിപക്ഷ പ്രീണനമാണ്. ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്കൊരു ന്യൂനപക്ഷ പ്രീണനമില്ല, ഒരു ഭൂരിപക്ഷ പ്രീണനമില്ല. ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ എതിരായിട്ട് പറയും. വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും എല്ലാം അത് തിരിച്ചടിയാവും. കാരണം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് കേരളത്തിൻ്റെ ഒരു മനസ്സ് സെക്യുലർ മനസ്സാണ്. ഭൂരിപക്ഷ വർഗീയത ആര് പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത ആര് പറഞ്ഞാലും ഞങ്ങൾ അതിനെ ശക്തിയായി എതിർക്കും. ഞങ്ങളുടെ പൊസിഷനിങ് ആണ് അത്. CPM നേതാക്കളുടെ മനസ്സിലിരിപ്പാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാരുടെ മനസ്സിലിരിപ്പാണ്. അവരുടെ വീട്ടിൽ നിന്ന് പണം തന്നിട്ടാണ് ഈ ഔദാര്യങ്ങളെല്ലാം കൊടുക്കുന്നതെന്നാണ് അവരുടെ ധാരണ. അവർ വീട്ടിൽ നിന്ന് കൊടുത്ത ഇവരുടെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തിട്ട് ആളുകൾ ചാപ്പാടടിച്ച് എന്നിട്ട് അവർക്ക് വോട്ട് ചെയ്തില്ല എന്നാണ് അവരുടെ പരാതി. മനസ്സിലായ? അപ്പോൾ എത്ര രീതിയിലാണ്, എത്ര ഹീനമായ രീതിയിലാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ നമ്മൾ കൊടുത്ത നികുതി പണത്തിൽ നിന്നെടുത്ത് ഇവിടെ ക്ഷേമ പരിപാടികൾ, ആദ്യമായി ക്ഷേമ പരിപാടികൾ നടപ്പാക്കിയ ഗവൺമെന്റാണ് ഇത്. ആദ്യമായി പെൻഷൻ നടപ്പാക്കിയ ഗവൺമെന്റാണ് ഇത്. ആണോ? എന്നിട്ട് അവരുടെ പോക്കറ്റിൽ നിന്ന് അവരുടെ ചായ മേടിച്ച് കുടിച്ചിട്ട് എന്തായി പറയണ CPMന്റെ പൈസ. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പോഴത്തെ UDF എന്ന് പറയുന്നത് കുറേ രാഷ്ട്രീയ പാർട്ടികൾ കൂടിച്ചേരുന്ന ഒരു മുന്നണി മാത്രമല്ല, ഇതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നല്ല ഭരണം കേരളത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന, രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരും സംഘടനകളും സാമൂഹ്യ ഘടകങ്ങളും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി UDF വളർന്നു. ആരും കണ്ടില്ല.